നമസ്കാരം. ബിഗ് ബോസ്. സത്യത്തില് ഇനിയിപ്പോ ഓരോ ദിവസം ഓരോരുത്തരെ കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. ആദ്യം അനലൈസ് ചെയ്യാനുള്ളത് എനിക്ക് പറയാനുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ള അനുമോളെ കുറിച്ചാണ്. നമുക്ക് ഈ 100 ദിവസത്തെ അനുമോളുടെ ആം, ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അനുമോള് പ്രാവിയിട്ടുള്ള, അനുമോള് ഈ പറഞ്ഞ പോലെ ആക്ഷേപിച്ചിട്ടുള്ള, ആക്ഷേപിക്കാത്ത ആരെങ്കിലും അതിനകത്ത് ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ആദിലയും നൂറയും ഒക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ആക്ഷേപിക്കാത്ത. ബാക്കി ആരെയും ഈ പറഞ്ഞ പോലെ അവസാനം നിന്ന് ആരെയും പുള്ളിക്കാരി വെറുതെ വിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ആദ്യം പറയേണ്ടത് അപ്പാനി ശരത്തിനെയും ബിന്നിയെയാണ്. അവരെക്കുറിച്ചായിരുന്നു ആദ്യത്തെ അലിഗേഷൻസ് പറഞ്ഞത്. അതിന് മുമ്പ് ജിസേലിനെ കുറിച്ചുണ്ട്. ജിസേലിന്റെ മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അത് വേറൊരു പ്രശ്നം. അത് പറഞ്ഞ പോലെ ഇവർ മാത്രം ഒന്നും എല്ലാം നീറ്റാണെന്ന രീതിയിൽ ജിസേലിനെ വളരെയധികം മോശപ്പെടുന്ന രീതിയിൽ ഉള്ളതും, അതുപോലെ ജിസേൽ ഒന്ന് ചപ്പാത്തിക്കളി എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അനുമോൾ ഈ പിന്നെ നമ്മളെ സ്വന്തം അച്ഛനൊക്കെ മരിക്കുമ്പോൾ നമ്മൾ അതറിയുന്ന നിമിഷം ഉണ്ടാകുന്ന നമ്മുടെ ഒരു വികാരം കൊണ്ടുണ്ടാകുന്ന ഒരു പൊട്ടിക്കരച്ചിലുണ്ടല്ലോ, എനിക്ക് അതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. കാരണം എൻ്റെ ആ ഒരു ചെറിയ പ്രായത്തിൽ എനിക്കുണ്ടായ ആ ട്രോമ പെട്ടെന്ന് എനിക്ക് ഈ അലറിക്കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാല് ആ അതാണ് ഓർമ്മ വന്നത്. അതൊക്കെ ഒരു ചെറിയ, സത്യം പറഞ്ഞാൽ അനുമോൾ ഓരോരുത്തർക്കും എതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വെച്ചിട്ട് അതൊക്കെ വളരെ ഒരു ഉറുമ്പ് കടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതിനൊക്കെ ഇതിനുമാത്രം അലറിക്കരഞ്ഞ് അങ്ങനെ പല അവസരങ്ങൾ അതൊക്കെ അനുമോൾക്കെതിരെ വരുമ്പോൾ അതൊക്കെ അനുമോൾ അതങ്ങ് സത്യത്തിൽ ആഘോഷിക്കപ്പെടുകയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് അനുമോൾ. അതുപോലെ ജിസേലുമായിട്ട് ഒരുപാട്, ജിസേൽ പോകുന്നവരെ ജിസേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നില്ല. ജിസേലിനെ ഏതൊക്കെ രീതിയിൽ ഈ പറഞ്ഞ പോലെ നാണം കെടുത്താമോ ആ രീതിയിലൊക്കെ നാണം കെടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ജയിലിൽ കിടക്കുമ്പോൾ അവനെ ഒരു പ്രേതമായിട്ട് അവരുടെ ഫോട്ടോ ചിത്രീകരിച്ചതും ഒക്കെ ലാലേട്ടൻ എടുത്ത് ചോദിച്ചതും ഒക്കെയാണ്. അതേപോലെ തന്നെ അനുമോൾക്ക് ഈ പറഞ്ഞ പോലെ തങ്കച്ചനുമായിട്ടൊരു അഫെയർ ഉണ്ടെന്ന് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചോദിക്കുന്നത്. അതുപോലെ തന്നെ ജീവനുമായിട്ടുള്ള അഫെയറിനെ കുറിച്ച്. അപ്പൊ അനുമോൾക്ക് ഇതൊക്കെ ആവാം അല്ലെ. കുടുംബപ്രേക്ഷകർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അനുമോൾ ഇടുന്ന ഡ്രസ്സ് ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ആതിരയും നൂറ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇടുമ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കാണാമായിരുന്നു. പക്ഷെ അനുമോൾ ആ തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇടാറുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആര്യനും നൂറയുമായിട്ടുള്ള ഒരു വിഷയം, ആര്യൻ ഈ പറഞ്ഞ പോലെ നൂറയുടെ വയറിലോട്ട് നോക്കിയത് ഞാൻ ഇന്ന് ആ എപ്പിസോഡ് എടുത്ത് ഒന്നുകൂടെ കാണുകയായിരുന്നു. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കാണത്തക്ക രീതിയിലുള്ള ഡ്രസ്സ് ആയിരുന്നില്ല നൂറ ധരിച്ചിരുന്നത്. ഞാൻ ഇന്ന് ഫോട്ടോ സഹിതം എടുത്ത് എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഇടാമെന്ന് ഞാൻ വിചാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്ന് വീണ്ടും അത് 2-3 പ്രാവശ്യം എടുത്ത് കാണുകയായിരുന്നു അങ്ങനെ ഒരു സംഭവം. അങ്ങനെ കാണാനും മാത്രം ഒരു ഡ്രസ്സ് ആയിരുന്നില്ല നൂറ ധരിച്ചിരുന്നത്. അനുമോളും നൂറയും ഏകദേശം ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. ശരിക്കും നോക്കിയാൽ കുറച്ചുകൂടെ കാണാവുന്നത് അനുമോളുടെ വയറാണ്. കാരണം അനുമോള് ആര്യന്റെ സൈഡിലുള്ള കൈയാണ് പൊക്കിപ്പിടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പൊക്കിപ്പിടിച്ചിരിക്കുന്ന സൈഡിലാവുമല്ലോ പൊങ്ങിപ്പോകുന്നത്. അപ്പൊ അനുമോള് ആര്യന്റെ സൈഡിലത്തെ കൈയാ പൊക്കിപ്പിടിച്ചത്. അത് വല്ലാരും വലത് കൈയാ പൊക്കിപ്പിടിച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ. പക്ഷെ നൂറ വലത് കൈ പൊക്കി തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ആര്യന്റെ സൈഡ് വരുന്ന ഇടതുവശമാണ്. ആ ഇടതുവശത്തെ ഡ്രസ്സ് പൊങ്ങത്തില്ല, അവിടെ കാണാൻ സാധിക്കത്തില്ല. ഫോട്ടോ ഉൾപ്പെടെ ഇത് ഷോർട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു. അപ്പം അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ തന്നെ അനുവിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ അനു ആ വിഷയം വളരെ തമാശ രീതിയിലാണ് അത് മനസ്സിലാക്കിയത്. പക്ഷെ അനു അതൊരു പ്രശ്നമാക്കേണ്ടായിരുന്നു. കൊണ്ട് ജിസേലിന്റെ പ്രശ്നം വന്നപ്പോൾ എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കി അനുമോൾ ഇത് എന്തുകൊണ്ടാണത് നോർമലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് തമാശാക്കി എടുത്തതെന്നോ എനിക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ ഈ ബിന്നിയും അപ്പാനിച്ചത്ത് കല്യാണം കഴിച്ച് എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, എന്നിട്ട് പോലും ഈ ബിന്നിയും അപ്പാനിച്ചത്തിനെയും കൂടെ എത്ര മോശമായിട്ടാണ് അനുമോൾ ചിത്രീകരിച്ചതെന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ തന്നെ ആര്യനും ഈ പറഞ്ഞ പോലെ നമ്മുടെ ജിസേലുമായിട്ടുള്ള ഒരു പ്രശ്നം എത്രമാത്രം അത് ഒരു പ്രശ്നം അത് വലുതാക്കിയെന്ന് ആലോചിച്ച് നോക്കി. ഈ പറഞ്ഞ പോലെ ജീവനും അനുമോളും കൊണ്ടുള്ള ഡാൻസും റൊമാൻസും ഒക്കെ ഇതിനകത്ത് കൊടുക്കുന്നതും ഒക്കെ എത്രയോ വീഡിയോസ് ആണ് ഇപ്പൊ നമുക്ക് റീൽസിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അതൊന്നും ഒരു വിഷയമല്ല അനുമോൾക്ക്. പക്ഷെ അനുമോൾക്ക് അതുപോലെ തന്നെ അക്ബറിനെ, നബീനെയാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിട്ടുള്ളത്. അക്ബറിനോട് ഈ കഴിഞ്ഞ ദിവസം മാപ്പ് പറയുന്ന ഒരു സീനുണ്ട്, എങ്കിൽ പോലും അതിനകത്ത് പറയുന്നത് അവരെ ന്യായീകരിച്ചുകൊണ്ടാണ്. നിനക്കത് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്ന്. ഒന്നും ഒരിക്കലും ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. അതുപോലെ നബീനോട് എത്രയോ പ്രാവശ്യം നീ പോടാ, നീ ആണല്ലടാ, നീ അല്ലെ, ആണത്തത്തെ ഒക്കെ ഒരാൾ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. അതുപോലെ തന്നെ അക്ബർ കല്യാണം കഴിക്കാൻ പറഞ്ഞ് നീ ഒടിഞ്ഞു പോത്തേയുള്ളടാ, നിന്നെ കല്യാണം നശിച്ചു പോത്തേയുള്ളടാ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ വാക്കുകൾ, എന്തൊക്കെ മോശമായ വാക്കുകൾ അനുമോൾ. സത്യം പറഞ്ഞ അനുമോൾ ഈ എപ്പിസോഡ് മുഴുവൻ ഈ ഇത് കഴിയുമ്പോൾ ചെന്നിരുന്ന് കാണണം. എന്നിട്ട് ഓരോരുത്തരുടെ വീട്ടിൽ പോയി മാപ്പി ചോദിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലുള്ള ആക്ഷേപ വാക്കുകളാണ് ഓരോരുത്തരെ കുറിച്ചും അനുമോൾ ഉന്നയിച്ചിരിക്കുന്നത്.
പറഞ്ഞ അനുമോൾ ഫാൻസ് ഇത് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇനിയിപ്പോൾ തെറിവിളിയുടെ ആഘോഷമായിരിക്കും. എനിക്ക് അത് സാരമില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ കാണുന്ന കാര്യം, കാരണം ഇവരാരും ഈ ബിഗ് ബോസിലുള്ള ആരും നമ്മുടെ ആരുടെയും അമ്മാവനോ അളിയനോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ചേച്ചിയോ ചേട്ടനോ ഒന്നുമല്ല. ഒക്കെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ കഥാപാത്രങ്ങൾ, അതായത് ഓരോ കഥാപാത്രങ്ങളാണ് അവര്. അത്രയും ചിന്തിച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു വിഷനുമായിട്ട് തന്നെയാണോ ബിഗ് ബോസ് അനുമോളെ വിട്ടിരിക്കുന്നത് പോലും എനിക്കറിയില്ല. ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് മോശം പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരാളാണോ എന്ന് പോലും സംശയമുണ്ട്. അതേപോലെ തന്നെയാണ് പിന്നെ വന്നത് ആര്യനും വിജയനുമായിട്ടുള്ള വിഷയം. അതേപോലെ തന്നെ അക്ബറിനെ മോശം പറഞ്ഞത്, നെവിനോട് പറഞ്ഞത്. പക്ഷെ നെവിൻ അതൊന്നും പുറത്ത് കാണിക്കാതെ നെവിൻ അതെല്ലാം സോൾവ് ചെയ്യുന്നു. അക്ബർ പക്ഷെ പറയുന്നത്, അക്ബറൊന്നും കാണും, നിങ്ങൾക്ക് ഇതിന് സോറിയിൽ തീരും, പക്ഷെ എനിക്കുണ്ടായ മെന്റൽ ട്രോമ അത് എത്രയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആദിലയും നൂറയുമായിട്ട് പിണങ്ങിയപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആവശ്യം വന്നപ്പോൾ അവരെ വീണ്ടും ഈ പറഞ്ഞ പോലെ കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞാണ്. ആവശ്യം വന്നപ്പോൾ വീണ്ടും അവർ തന്നെ വേണ്ടി വന്നു അവളെ സപ്പോർട്ട് ചെയ്യാൻ. അത് വേറെ കാര്യം. ആദിലയും നൂറയും സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നും അല്ല ഞാൻ, എന്നിരുന്നാൽ പോലും. കാരണം നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മുടെ കാര്യത്തിൽ നിൽക്കുമ്പോഴേ നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാക്കില്ല. ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ നല്ല ആശയിലാണല്ലോ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം. അപ്പം ഇങ്ങനെ അനുമോൾ കാണിക്കുന്ന കുറെ, അനുമോൾ ചിലപ്പോൾ ധരിക്കുന്ന വേഷങ്ങളെ കുറിച്ചാണെങ്കിലും നമുക്ക് കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേന്ന് പറഞ്ഞിട്ട് എന്തെല്ലാമാണ്. അതുപോലെ തന്നെ ആര്യനുമായിട്ടൊക്കെയുള്ള ക്യാപ്റ്റൻസി ടാസ്കിന്റെ സമയത്ത് ഈ ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആമ്പിള്ളാരെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അതിനിടയ്ക്ക് അതുകൊണ്ട് ബാത്റൂമിൽ കയറുന്നു. അതുപോലെ ആര്യനെ തിരിച്ചിരുത്തി ഈ ബ്ലൗസിനകത്തൊക്കെ പൗഡർ ഇടുന്നു. അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് കാണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ പ്രാവശ്യവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് അനുമോളെ സത്യം പറഞ്ഞാൽ ഞാനിതൊരു വോട്ട് കൊടുത്തിട്ടുമില്ല, ഇഷ്ടവുമില്ല. ഇഷ്ടമില്ലെന്നല്ല, പക്ഷേ ഗെയിമർ, നല്ല ഗെയിമർ തന്നെയാണ്. അത് പക്ഷെ അവരുടെ ഗെയിം ആയിരിക്കും, അത് ഒക്കെ സമ്മതിച്ചു. പക്ഷെ എന്നാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് കുറച്ച് ബുദ്ധിമുട്ടുളവാക്കുന്നതാണ് എതിര് നിൽക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ അത് മനസ്സിലാക്കി ഇപ്പൊ അനീഷ് തന്നെ, അനീഷിനൊരു പ്രശ്നം അനീഷ് പറഞ്ഞു കഴിഞ്ഞപ്പം അത് ഈ പറഞ്ഞ പോലെ പറയാൻ ഇനി ആരുമില്ല ബാക്കി, അല്ലേ? അത് ആ പുള്ളിയെ എന്തായാലും മോശക്കാരനൊന്നും ആക്കിയില്ല പുള്ളിയെ. അല്ലെങ്കിൽ അനീഷിന് അനുമോളുടെ ഒരു ഇത് വെച്ചിട്ട് മോശക്കാരനാക്കുകയാണ് വേണ്ടത്. പക്ഷെ എന്തായാലും ആ രീതിയിലോട്ട് പോയില്ല. അത് പക്ഷേ ഒരു പക്ഷേ അനീഷിന്റെ പുറത്തുള്ള ഒരു ജനപിന്തുണ കണ്ടിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അനുമോള് വേറെ രീതിയിൽ ആക്കിയേനും. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. എന്തായാലും അതൊരു നല്ല കാര്യം. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അപ്പാനെ ചെറുത്തും ഒക്കെ തിരിച്ചു വരും. അവരൊക്കെ അനുമോളെ കുറിച്ച് പുറത്തിറങ്ങിയോ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. എല്ലാവരും അപ്പോൾ ഈ ആഴ്ച എല്ലാവരും അകത്ത് വരുന്ന സമയമാണ്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അനുമോളെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യണം. സന്തോഷമായിട്ടിരിക്കുക.